മുഴത്തിന് എന്താ വില? മുഴത്തിന് 50 പൈസ. 50 പൈസക്ക് ഒരു കുറ്റി പുട്ട് തന്നെ അല്ല. പുട്ട് തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് വിലക്ക് കൊടുക്കുന്നു പറ? 40 പൈസക്ക് വേണേ തരാം. മുഴത്തിന് 4 വെച്ച് കൊടുക്കും? ഇല്ല, 30 പൈസക്ക് വേണേ തരാം. വേണോ? പോയല്ലേ, വലിയ ചെരുപ്പും പപ്പാസും ഒക്കെ ഇട്ട് കാറിലാ വരിക. പറയണത് പുട്ട് തിന്നണ കാര്യം. പണക്കാർക്ക് പുട്ടാവും പൂവിനേക്കാൾ വലുത്. തിന്നണ സാധനമല്ലേ വയറന്മാര്. ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല്ലേ, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ, കള്ള കാക്കാത്തി. കൊച്ചു വെളുപ്പങ്ങൾ നിന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. ആ, ആദിത്യൻ 3ാം സ്ഥാനത്ത് ഗുലാം ഭരിച്ചിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമാണ്, സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാളെന്നെ അടിച്ചത്? അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല പൂർണ്ണിമചേരം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്താണ് ഇത്ര കിടിക്കാതിരിക്കുന്നത്? നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ഒരു ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി കുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാ. അതെന്ത് പണിയാ? നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാരെ മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അതും ഞാൻ ഏറ്റു. വാ പോവാ. തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയാ, പക്ഷെ സത്യവും പറയില്ല. തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആ കാശുവൈ, കാക്കാത്തി സത്യമേ പറയൂ മോനെ. എന്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം. മതിയോ? 5 രൂപ മതി. ആ, പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഒന്ന് പറയാം, നീ ഇവിടുന്ന് പോകണ്ട. നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത്. ബൈ രാജ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക് നോക്കണം. ഇതേമാതിരി കുത്തി കഴിഞ്ഞു. നോക്കണം, ചരട് വലിയ കമ്പനി കിട്ടി കഴിഞ്ഞ്. ബൈ രാജ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജ ബൈ ബൈ, നോക്കണം. ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു. ബൈ രാജ ബൈ, എന്താണോ നോക്കിക്കണം. പോട്ടെ, എന്താ വെക്കുന്നോ? ഇത് പോ, പോലീസ് പോ, വേണിച്ച് പോകുന്നത്. ബൈ രാജ ബൈ, എന്റെ കൈ 2 രൂപയുണ്ട്. ഇരട്ടി കിട്ടും. വെച്ചോ, 2 വെച്ച് 4 കിട്ടും, 4 വെച്ചാൽ 8 2 പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള കാശ്. കിട്ടിക്കഴിഞ്ഞാൽ 4 കൂട്ടും 4 ചായയും കഴിച്ചൂടെ? കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പട്ടിണി. ബൈ രാജ ബൈ ബൈ രാജ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, ഏത് നേരത്തും ഏത് സമയത്ത് വെക്കാം. നോക്കി കുത്തണം, സൂക്ഷിച്ച് കുത്തണം, നേരത്തിന് കുത്തണം, തെറ്റി പോരുത്. ബൈ രാജ, പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ, 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിയില്ലേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ബൈ രാജ, എനിക്ക് പുട്ട് വേണം. നിർബന്ധാണോ? എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ. എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ബൈ രാജ ബൈ. എന്താ പേര്?
തിരിക്കുത്ത് കുമാരൻ. തിരിക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, ആ. പറഞ്ഞാ മതി. ചെല്ലേ. ആ ഇവനൊന്ന് അരിയാട്ടിയത് തന്നെ. ആ ഇരി രാജ ഇരി. ആ പോ രാജ പോ. 13, 13, 15. ആ ഇലയും തൊലിയും കൂടെ എടുത്തരാ കുഞ്ഞെ. 15, 15, 30, 35. അവിടെ ഒന്ന് 40. ആ ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. ആ നിലവില് ഇവിടെ എവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ? ആ 350. തിരിക്കുത്തുമാരനെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? ആ. അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ച. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ. മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? എവിടെ? ഞാൻ പോവാ. ഇങ്ങോട്ട് അടിയാ. ഇങ്ങനെ ഓസ് നിന്നിട്ട് കടന്നു കളയാന്ന് വിചാരിക്കണ്ട. ഇറങ്ങടാ ഓട്ടെ, ഇറങ്ങടാ ഇറങ്ങടാ. എവിടം വരെ ആയടേ നിന്റെ അരിയാട്ടക്കം? അയ്യേ, എന്തിനാണ് കരയുന്നേ? പാവം. ആ എന്തായാലും നീ കരയുന്നല്ലോ, കുറച്ചുകൂടെ കുനിഞ്ഞിരുന്ന് കര. ആ കണ്ണീരാ മാവിലോട്ട് വീഴട്ടെ. എനിക്കത്ര ഉപ്പെങ്കിലും ലാഭമുണ്ടല്ലോ. ഉപ്പായോ? കര കര, നിലവിളിച്ച് കര. ഉപ്പ് പോരാ. ഇന്നലെ ഞാൻ പൂ വാങ്ങിക്കാതെ പോയി. എന്നോട് ക്ഷമിക്കണം. ഇന്നലെ ചേഞ്ച് ഇല്ലായിരുന്നു. 100ന്റെ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 2 മുഴം പൂതാ. 50 പൈസ. രണ്ടു മുഴം മതിയോ? അത് സത്യത്തിൽ എനിക്ക് പൂ കൊണ്ടൊരു കാര്യമില്ല. കാറിനുള്ളിലിടാം, അമ്പലത്തിൽ കൊടുക്കാം, എന്തൊക്കെ ചെയ്യാം. അതിന് ഇത്രയും പൂ ധാരാളമല്ലേ. ഇന്നലെ ഒരു രസത്തിന് വില ചോദിച്ചാ. പിന്നെ വാങ്ങാതെ പോയല്ലോ എന്ന് ഓർത്തപ്പോ സങ്കടം തോന്നി. അതുകൊണ്ട് വാങ്ങിച്ചാ. 80 പൈസ ഉണ്ടാക്കാൻ പെട്ട പാട് എനിക്കറിയും. കാറൊക്കെ ഉള്ള ഒരു വലിയ പണക്കാരന് 80 പൈസ കിട്ടാൻ എന്തത്ര പ്രയാസം? അതെന്റെ കയ്യില് കാശ് 100ന്റെ കെട്ടായിട്ടാണ് എന്റെ കയ്യിൽ വരുന്നത്. 100 രൂപ മാറ്റി പൈസ ചില്ലറ തരാൻ പറഞ്ഞ ആരാ തരാ? അതാ പറഞ്ഞ. എവിടുന്നാ ഇത്രയധികം പണം? അത് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. എന്ത് കച്ചവടാ ചെയ്യാ? അത് ഏലക്ക ലോറി കണക്കിന് എസ്റ്റേറ്റിൽ നിന്ന് കയറ്റി അയക്കും. അത് പറഞ്ഞപ്പോഴേ ഓർത്ത് വേഗം പോയി 2 ലോറി ഏലക്ക കയറ്റി അയക്കണം. പോട്ടെ, നാളെ കാണാം. എന്റെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എന്റെ ശവം കാണുമ്പോ നീയും നിന്റെ കാമുകനും പൊട്ടിക്കരയും. അപ്പോ ഞാൻ നിങ്ങളെ നോക്കി പൊട്ടിച്ചിരിക്കും. ചാടല്ലേ? വേണ്ട വേണ്ട,
വിടാൻ, എന്നെ വിടാൻ. എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കും. ഇല്ല ഇല്ല, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട. ഞാനൊരു ദുഷ്ടനാണ്, മഹാപാവിയാണ്. അത് ചേട്ടനെ കണ്ടപ്പോഴേ തോന്നി. അതുകൊണ്ടാണല്ലോ എന്റെ ഭാര്യ എന്നോടൊന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ വേറെ ഒരുത്തരെ സ്നേഹിച്ചത്. അതിനായ ചേട്ടനോടൊന്ന് ആലോചിക്കായിരുന്നു. ആലോചിക്കാമായിരുന്നേ, ആലോചിക്കാമായിരുന്നേ. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് പറയാൻ ഈ ലോകത്ത് നീ ഒരുത്തനെങ്കിലും ഉണ്ടായല്ലോ. നീ വാ, എന്റെ വീട്ടിലേക്ക് വാ. അളിയ, ഇതാണ് എന്റെ സ്വന്തം വീട്. ഇതാണോ? അളിയൻ പേടിക്കണമെന്നും വേണ്ട. അളിയൻ വാ. അളിയ, വീട് തള്ളിയാ. എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ട. എനിക്ക് യാതൊരു കുഴപ്പമില്ല അളിയ. അളിയ, ഇതാണ് എന്റെ ഡൈനിങ് റൂം, ഡ്രോയിങ് റൂം. അത് ഡ്രോയിങ് റൂം. ഇത് എന്റെ സ്വന്തം ബെഡ്റൂം. മലയമ്മ ധൈര്യമായിട്ട് വാളിയാ, വാ. ഇത് എന്റെ സ്വന്തം ബെഡ്. ഇത് എന്റെ സ്വന്തം ഭാര്യ. ഇത് ഞാനും എന്റെ ഭാര്യയും സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആരും ശല്യം ചെയ്യരുത്. നമുക്ക് അപ്പുറത്തെ മുറി പോയി കിടന്നുറങ്ങാം. ഇതാണ് നമ്മുടെ റൂം. സാറ് സാറല്ല, സ്വന്തം അളിയൻ. എന്നാ അലയും കിടന്നുറങ്ങ. അത് പറ്റില്ല, അത് പറ്റില്ല. നീ എന്റെ ജീവൻ രക്ഷിച്ചവനാണ്. നീ എന്റെ ആത്മസുഹൃത്താണ്. നീ എന്റെ എല്ലാമാണ്. നീ പോകരുത്. എന്നോടൊപ്പം കിടന്നുറങ്ങണം. ഞാൻ പോയിട്ട് നാളെ പോയിട്ട് നാളെ നീ വരുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. നീ പോകുന്നതിന്റെ പുറകെ ഞാനും ആ കുളത്തിൽ ചാടി ആത്മഹത്യ. പോടാ. ഞാൻ തറയിൽ കിടക്കാം. അതെന്നെ കട്ടിൽ കിടക്കാം. വിടല്ലേ എന്നെ പിടിക്കാ. അളിയാ, ഒന്നുമില്ല. സത്യം പറഞ്ഞോ? ആരാ നീ? എങ്ങനെ ഇവിടെ വന്നു? ആരവിടെ? പോലീസിനെ വിളി. കള്ളൻ, കള്ളൻ, കള്ളൻ. ഞാൻ കള്ളനല്ല ചേട്ടാ. ഇത് കൊള്ളാം. ഇന്നലെ രാത്രി എന്നെ വിളിച്ചോണ്ട് കിടത്തിയ സാറല്ലേ? സാർ, ഏത് സ്കൂളിലാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചത്? ഇറങ്ങടാ, എലപ്പേ പുറത്ത്. വെള്ളം തലേന്ന് ഇറങ്ങിയപ്പോ മറന്നുപോനെ. ഞാൻ എന്ത് ചെയ്യാനാ? നീ മര്യാദക്ക് ഇറങ്ങുന്നു അതോ വാച്ച്മാനെ വിളിച്ച് തല്ലും നിന്ന് ഇറക്കണോ? ചിക്കന് കിടന്നു. അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. എടാ, ഇക്കണക്കിന് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് നീ പറഞ്ഞുണ്ടാക്കുമല്ലോടാ. താൻ ശ്രമിച്ചല്ലോ. എന്നുണ്ടോ? എങ്ങനെയുണ്ടോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പുറത്തു പോകുന്നു അതോ ചവിട്ടി പുറത്തിറങ്ങണോ? വാച്ച്മാൻ? വാച്ച്മാൻ, വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. പക്ഷെ ഇനിയും കള്ളു നോക്കുമ്പോ താൻ ചാവാൻ ശ്രമിക്കുമല്ലോ. അന്ന് എന്റെ ശവം പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. വാച്ച്മാൻ, ഇയാളെ പിടിച്ച് പുറത്തിറക്കൂ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ എന്തോ ചെയ്യും? ബോധവുമില്ല, ബുക്കണവുമില്ല. ഇന്നലെ അയാള് കള്ളം കുടിച്ചോണ്ട് ചാവാൻ ശ്രമിച്ചപ്പോ ഞാൻ രക്ഷപ്പെടുത്തിയ എന്നെ രാവിലെ ഒടുക്കത്തെ പോലീസാ. എന്റെ തിരുക്കുത്ത് പിടിക്കാൻ അവർക്ക് സമയമുള്ളൂ. ഈ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. അത് ബെയ് രാജ ബെയ്. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും.
എപ്പോഴും വെക്ക, ഈ സമയത്തും ആർക്കും വെക്ക. ആ കുപ്പിക്കണ്ട കുത്തിക്കറി കുപ്പിക്കണ്ട ചന്തിക്ക്. ബൈരാജ ബൈ, ബൈരാജ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, 4 വെച്ചാൽ 8 കിട്ടും. 50 പൈസ ഉണ്ട്. ചായ കുടിക്കാനുള്ള കാശ. നീ കള്ളക്കളി കളിക്കരുത്. നീ എടാ നിന്റെ അച്ഛനുള്ള പ്രായം തന്നെ എനിക്ക്. എന്നാ അച്ഛൻ കള്ളക്കളി കളിക്കരുത്. ആ എച്ചക്കളി കമ്പനിക്ക് ഇഷ്ടമല്ല. ഇതെടുത്തു, എടുക്ക്, ആ കുത്ത്. സമാധാനല്ലേ? അതിന് പോയിക്കോ. അപ്പൊ ഞാൻ ഇനി ചായ എങ്ങനെ കുടിക്കും? ചായ അവിടെ പോയി കുടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞാ മതി. നിന്റെ തന്തയുടെ കടയല്ല. ഇന്നലെ ആ ചായക്കടക്കാരൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ആ നേരെ ചായക്കടയുടെ മുമ്പ് ചെന്നിട്ട് 1 കഷ്ണം ചാപ്സ്, 3 പൊറോട്ട, 2 പപ്പടം, 1 ചായ, ഇതെല്ലാം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ എന്റെ അകത്താ കുത്തിയെന്ന് വെച്ച് എന്റെ 50 പൈസ നീ ആളെ മെനക്കെടുത്ത ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവില്ല. പോവൂലേ? നീ പോലെ എന്നാ ഞാൻ പോവാ. നീ അവിടെ ഇരി രാജായി. അല്ല, നീയാണോടെ ഈ ചക്രവാണി? ഞാൻ വിചാരിച്ച്. ശബ്ദിക്കരുത്, അദ്ദേഹം അകത്ത് പൂജയിലാണ്. ആര്? ചക്രവാണി അദ്ദേഹം. അല്ല, അപ്പൊ നീ അല്ലയോടെ ഈ ചക്രവാണി? കൈ ചക്രമില്ലാത്ത ഞാൻ എങ്ങനെ ചക്രവാണിയാകും? ഞാൻ ആര്, അദ്ദേഹം ആര്? അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ധന്യനാവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യൻ മാത്രം. കൊള്ളാം, നീയാളെ ഒതുക്കി കിടന്നോ? ആട്ടെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ. അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വാങ്ങണം. അത് വാങ്ങാം, മെഡിക്കൽ സ്റ്റോറിൽ ഉണ്ടാവുമല്ലോ. ഈ പെൻസിൽ ഓയിന്റ്മെന്റ് പോലത്തെ അല്ലേ ഇത്? അതല്ല, മുൻകൂട്ടി കാണാനുള്ള അനുവാദം. അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. എന്നാലേ നീ തന്നെ ഒന്ന് വാങ്ങിത്താ. അത് വാങ്ങാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എടപ്പള്ളി ചേട്ടന് അത് തരുന്നു. എന്തോന്ന്? അപ്പോയിന്റ് ഓയിന്റ്മെന്റ്. നാളെ കാലത്ത് 10 മണിക്ക്. ശരി, അപ്പൊ ഞാൻ പോയിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരാം. അപ്പോഴേ നിന്റെ കൂട്ട് അലവലാതി കേസൊന്നും അല്ലല്ലോ അങ്ങേര്. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാ മതി. ശരി, ഞാൻ പോയിട്ട് വരാം. അപ്പോഴേ നാളെ കാലത്ത് 10 മണിക്ക് അപ്പോയിന്റ് ഓയിന്റ്മെന്റ് വേണ്ടേ? പോകോ പോകോ. അണ്ണാ അണ്ണാ അണ്ണാ, ഒരു ഇര വലയെ കുടുങ്ങി. ആരാ? ആ ചായക്കടക്കാരൻ ഗോവിന്ദൻ നായർ നാളെ രാവിലെ 10 മണിക്ക് വരും. നീ ചെന്ന് അയാളെ പറ്റിയുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ട് വാ. ഞാനല്ല ഡയറി ഇപ്പൊ എടുത്തോണ്ട്. ഇവനാരടാ? അയാളുടെ ഡയറിയിൽ വെറും ചായപ്പറ്റേ കാണത്തുള്ളൂ. എടാ, എല്ലാവരും ഡയറി എഴുതുന്ന സ്വഭാവക്കാരോടാ മരമണ്ട. എഴുതുന്നവരെ ഒതുക്കുക. എന്റെ കബഡി തവിട് പൊടിയാകും, തടി കേടാവുന്ന ഏർപ്പാടാണ്. അയ്യോടാ, കേടുവരാത്തൊരു തടി കണ്ടില്ലേ എന്റെ അപ്പോ? 10 കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഈ തടിയുടെ കേട് തീർത്തുന്നു പോളിഷ് ചെയ്യാൻ. നമ്മൾ രണ്ടുപേരും കൂടി ഒത്തുനിന്നാൽ നാട്ടുകാരെ പറ്റിച്ച് നമുക്ക് 10 കാശുണ്ടാക്കാം. അതുകൊണ്ട് നീ ഉടനെ പോയി എല്ലാ വിവരവും അറിഞ്ഞിട്ട് പോവാ. അതൊക്കെ കാണാതെ ഞാൻ കാണാപ്പാടം പഠിച്ചോളാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഗുഡ് നൈറ്റ്, സിറ്റ് ഡൗൺ. ഞാൻ കഴിക്കില്ല. കമ്മിറ്റ്മെന്റ്സ് നിർബന്ധിച്ച നീയും കള്ളെ ഞാനും കള്ളെ. ഈ അടിയിൽ കൂടുള്ള പണി വായിച്ചിട്ട് നേരെ വാ, നേരെ പോ. ശരി, എന്നാ നേരെ പറയാം. ആ ഗോവിന്ദ പിള്ളയുടെ മോടെ കല്യാണത്തിന് ജാതകം ചേർക്കാൻ പ്രൊഫസർ ചക്രപാണി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. നമ്മുടെ ചക്രപാണി ആശാൻ പാർട്ടി നമ്മുടെ ആളാണ്. അതുകൊണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഡീറ്റെയിൽസ് അറിയണമെങ്കില് വായില് നാവ് അനങ്ങണം. നാവ് അനങ്ങണമെങ്കില് വയറ്റിലോട്ട് വല്ലതും ചെല്ലണം. വയറ്റിലോട്ട് വല്ലതും ചെല്ലണമെങ്കില് ചിക്കിലി വേണം. എടാ കള്ള മുടിമെടുക്ക, നീ വമ്പൻ തന്നെടാ. വളവള വർത്താനം പറ, കാര്യം പറ. അന്നലെ ഒരു 100 കൂടി മേടിച്ചു. 100 രൂപ? ആർക്ക് വേണം നിന്റെ 100 ഉലുവ? ഒരു 100 മില്ലി കൂടി മേടിച്ചു. ഗോവിന്ദപ്പിള്ളയുടെ വേൾഡ് ഹിസ്റ്ററി മണി പോലെ ഞാൻ പറഞ്ഞുതരാം. ദൈ രാജാവേ. ഏറ്റ് പോകാൻ രാജാ, പോകാൻ. ഞാൻ പോകുമ്പോ എന്റെ പുണ്യനിലയം നടന്നു പോകുന്നോ? ഞാൻ വിടില്ല. ഞാൻ വിടില്ല. കഴിഞ്ഞ തവണ എന്റെ ജീവൻ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഇത്തവണ ഞാൻ വിടില്ല.
നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടില്ലാന്ന് കരുതിയല്ലേ കല്ലിറങ്ങിയപ്പോ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയല്ലേ? ഞാനോ? വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. നമ്മൾ തമ്മിൽ ഈ പരിപാടി പറ്റില്ല. അളിയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കുള്ളതെല്ലാം അളിയനുള്ളതാണ് അളിയ. എനിക്ക് ഈ ലോകത്തൊരളിയനുണ്ടെങ്കിൽ അത് അളിയനാണ്. നീയാണ്, നീ മാത്രമാണ് അളിയ. വേണ്ട വേണ്ട, ഫിറ്റ് മാറുമ്പോ മറിച്ച് പറയില്ല. സത്യം സത്യം. അളിയൻ ഇപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അളിയന് തരാൻ എന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ അളിയ. ഈ കാവ് അളിയണം. എനിക്ക് വേണ്ട. എന്റെ ജീവൻ രക്ഷിച്ച ആളിന് ഇത്രയെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ ഇത് പാവം കിട്ടും അളിയ. അളിയെടുത്ത് ഞാൻ നടന്നു പോയിക്കോളാം. ഇന്നു മുതൽ ഈ കാവ് അളിയന്റേതാണ്. അളിയന്റേതാണ് അളിയ. എനിക്ക് വേണ്ട. എന്നാ ഈ കാവ് ഇവിടെ കിടന്ന് കുറുമ്പെടുത്ത് നശിക്കട്ടെ. കേവളിയ, എന്റെ പൊന്നളിയ, എനിക്ക് ഒരേ ഒരു അളിയ മാത്രമേ ഉള്ളൂ. പോ, ഞാൻ നടന്നു പോയിക്കോളാം. ആ, പറയാ.